2n മൈനസ് 2n-2ന്റെ വില 96 ആയാൽ എന്നിന്റെ വില കാണാൻ. അതായത് 2n LHS മാത്രം സിംപ്ലിഫൈ ചെയ്യാൻ. AN അങ്ങനെയാണെങ്കിൽ 2n-2നെ നമുക്ക് എങ്ങനെ എഴുതാം? 2n/2 എന്ന് എഴുതാം. ഇവിടെ ഇതിനെ 2n-2നെ 2n/2² എന്ന് എഴുതാം. ഇവിടെ രണ്ടിടത്തും പൊതുവായിട്ട് ഇത് മാത്രം സിംപ്ലിഫൈ ചെയ്യുക. 2n രണ്ടിടത്തും ഉണ്ടായതുകൊണ്ട് ഇനി വെളിയിലെടുക്കാം, ഒരുപോലെ ഉണ്ടായതുകൊണ്ട്. പിന്നെ ഇവിടെ എന്തുകൊണ്ട് 1 മൈനസ് ഒരു 1/2² ഉണ്ട്. അതായത് 2n ഇൻറ്റു 1 മൈനസ് 1/2² എന്ന് പറഞ്ഞാൽ 2² 4 1/4 വരും. ഇവിടെ 2n ഇൻറ്റു 1ന് വരെ നമുക്ക് 4/4 എന്ന് എഴുതാം. ഇവിടെ 10 ആയിരുന്നെങ്കിൽ 10/10 എന്ന് എഴുതായിരുന്നു, എളുപ്പം ചെയ്യാൻ. സമയം 2n ഇൻറ്റു ഇവിടെ ഛേദം രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് വെറുതെ അങ്ങ് മൈനസ് ചെയ്താൽ മതി. 4 മൈനസ് 1/4 2n ഇൻറ്റു 3/4. ഇതിന്റെ വില എത്ര തന്നിട്ടുണ്ട്? 96. 2n ഇൻറ്റു 3/4ന്റെ വില 96. അങ്ങനെയാണെങ്കിൽ 2nന്റെ വില കാണാൻ 96 ഡിവൈഡഡ് ബൈ 3/4 ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഹരിക്കാൻ പറയാൻ, തിരിച്ചിട്ട് ഗുണിക്കുക. 96 ഇൻറ്റു 4/3. ഇത് കട്ട് ചെയ്യുമ്പോൾ 3 3 3 2 32 ഇൻറ്റു 4, അതായത് 32 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 128 വരും. 2nന്റെ വില 128 വരും. 128 എന്ന് പറയുന്നത് നമുക്ക് 128 കണ്ടുപിടിക്കാൻ 2ന്റെ പവറാക്കി എഴുതണം. 2 64 2 32 2 16 2 8 2 4 2 2. ഇവിടെ 2 7 തവണ വന്നു. അതായത് ഇറ്റ് ഇംപ്ലൈസ് 2n സമം 2�7 എന്ന് എഴുതാം. ഈ 128 എന്ന് പറയുന്നത് 2 7 തവണ ഗുണിക്കുന്നതിന് തുല്യ. ഇവിടെ കൃത്യങ്ക നിയമം അനുസരിച്ച് ഇവിടെ ബേസ് രണ്ടും തുല്യമാണ്, 2 2 ആണ്. 2n സമം 2�7 ആയാൽ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. എന്നിന്റെ വില എന്ന് പറയുന്നത് 7 ആണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഇവയൊന്നുമല്ല.